ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡാർക്ക് വൈബ് യൂട്യൂബ് ചാനൽ. വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ഇപ്പോൾ നോക്കൌട്ട് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഗ്രൂപ്പ് തല മത്സരങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഗ്രൂപ്പ് തല മത്സരങ്ങളിൽ പോയിന്റുകൾ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് നോക്കൌട്ടിലേക്ക് എങ്ങനെയൊക്കെയാണ് ടീമുകൾക്ക് എൻട്രി കിട്ടുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്തവണത്തെ വേൾഡ് കപ്പിലെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഇത്തവണ 48 രാജ്യങ്ങളാണെന്നും ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 വീതം രാജ്യങ്ങൾ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കുന്നതിന് പകരം ഇത്തവണ മികച്ച 8 മൂന്നാം സ്ഥാനക്കാരെ കൂടെ നോക്കൌട്ട് സ്റ്റേജിലേക്ക് പരിഗണിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 24+8 32 രാജ്യങ്ങളാണ് ഇപ്പോൾ നോക്കൌട്ടിലേക്ക് വന്നിട്ടുള്ളത്. ആ നോക്കൌട്ട് സ്റ്റേജിലുള്ള മത്സരങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 വീതം രാജ്യങ്ങൾ ഏതൊക്കെയാണ് വന്നത് എന്നും അത് പലർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരായിട്ട് നോക്കൌട്ടിലേക്ക് കടന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളെ 12 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് എ മുതൽ ഗ്രൂപ്പ് എൽ വരെയുള്ള 12 ഗ്രൂപ്പുകൾ ഈ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഏറ്റവും നോർമലായിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 വീതം രാജ്യങ്ങളാണ് അടുത്ത ഘട്ടത്തിലേക്ക് ആദ്യം പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം, ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 വീതം രാജ്യങ്ങളെ ഇവിടെ ഔട്ടാക്കിയിട്ടുണ്ട്. അതായത് പോയിന്റ് അടിസ്ഥാനത്തിൽ ഏറ്റവും പുറകിലുള്ള 2 രാജ്യങ്ങളെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബാക്കിയായിട്ട് കാണുന്ന 24 രാജ്യങ്ങളെ അടുത്ത റൗണ്ടായ റൗണ്ട് ഓഫ് 32 അല്ലെങ്കിൽ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ റൗണ്ട് ഓഫ് 32ലേക്ക് ഇന്നായിട്ടുള്ള രാജ്യങ്ങളെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ മറ്റൊന്നുകൂടെ കാണിക്കാം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ റണ്ണേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളും ഗ്രീൻ കളർ ഡോട്ടായിട്ട് കാണിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാണ്. എനിവേ, ഈ ഗ്രൂപ്പിൽ നിന്ന് 2 രാജ്യങ്ങൾ, അതായത് 24 രാജ്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് അനായാസേന പ്രവേശിക്കുന്നു. ഇനി നമ്മൾ ബാക്കിയുള്ള 24 രാജ്യങ്ങളിലേക്ക് വരാം. ഇതാണ് ആ ബാക്കിയുള്ള 24 രാജ്യങ്ങൾ. ഇതിലെ ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പരിഗണിക്കുന്നത്. അത് തീർച്ചയായിട്ടും പോയിന്റ് അടിസ്ഥാനത്തിലും അത് ഈക്വലായിട്ട് വരുമ്പോൾ അതിന് തൊട്ടു താഴെയുള്ള ഗോൾ ഡിഫറൻസ് അടിസ്ഥാനത്തിലുമാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഗോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലായിട്ട് സ്കോർ ചെയ്ത ഗോള് നമ്മൾ വഴങ്ങിയ ഗോളിനെ മൈനസ് ചെയ്തുകൊണ്ട് എത്രയുണ്ടെന്ന് നോക്കുന്നതാണ് ഈ ഗോൾ ഡിഫറൻസ്. അതിവിടെ ഹെഡ് ടു ഹെഡ് അല്ല, അതായത് 2 ടീമുകൾ നേർക്കുനേർ മത്സരിച്ചപ്പോൾ കിട്ടിയ ഗോൾ ഡിഫറൻസ് അല്ല. ഈ 2 രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കണമെങ്കിൽ അവർ ഒരു ഗ്രൂപ്പിലായിരിക്കണം. അപ്പോൾ ഈ 8 രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം 8 വ്യത്യസ്ത ഗ്രൂപ്പിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർ തമ്മിൽ മത്സരിക്കാൻ ഒരിക്കലും സാധ്യതയില്ല. അതുകൊണ്ടാണ് ഹെഡ് ടു ഹെഡ് അല്ല എന്ന് പറയുന്നത്. ഈ 24 രാജ്യങ്ങളിൽ നിന്നാണ് മികച്ച മൂന്നാം സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ 8 രാജ്യങ്ങളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, പരാഗ്വേ, ഇക്വഡോർ, സ്വീഡൻ, സെനഗൽ, അൾജീരിയ, DR കോങ്കോ ആൻഡ് ഗാന. ഈ 8 രാജ്യങ്ങളെയാണ് മികച്ച മൂന്നാം സ്ഥാനക്കാരായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം ഇവർക്ക് കിട്ടിയ പോയിന്റ് നിലകളും ഇവിടെ കാണാം. അപ്പോൾ ഈ 8 പേരും നേരത്തെ കാണിച്ച 24 രാജ്യങ്ങളും കൂടെ 32 രാജ്യങ്ങളാണ് ഇപ്പോൾ നോക്കൌട്ടിൽ എത്തിയിട്ടുള്ളത്. അതിലെ തുടക്കത്തിലുള്ള മത്സരങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ബ്രസീൽ, ജപ്പാൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ മത്സരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഏറ്റവും മികച്ച മൂന്നാം സ്ഥാനക്കാരായിട്ട് ഇത്തവണ പരിഗണിക്കപ്പെട്ട ആ ഒരു രാജ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ ഇതുപോലെ ഈ വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരുപാട് റയർ വിശേഷങ്ങളുമായിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കയറി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.